നമ്മൾ മലക്കപ്പാറ പോയ ദിവസം ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ആ റോഡാണെങ്കിൽ ഭയങ്കര ചെറിയൊരു റോഡാണ്. അപ്പോൾ ഇങ്ങനെ ബസ് വരുമ്പോൾ റിട്ടേൺ എടുത്തൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ വാൽപ്പാറ പോയായിരുന്നു. വാൽപ്പാറ മാർക്കറ്റാണ് കേട്ടോ ഇത്. നല്ല അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു മാർക്കറ്റായിരുന്നു. നമ്മൾ മെയിനായിട്ട് പുള്ളിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. അപ്പോൾ അവർ ടൗണിൽ വന്നിട്ടാണ് പെട്രോൾ അടിക്കുക. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ കുറേ പെട്രോൾ പമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ ടൗണിൽ വന്നിട്ടാണ് പെട്രോൾ അടിക്കുക. അത് പെട്രോൾ അടിക്കുകയും ചെയ്യും. പിന്നെ ക്യാനിൽ കുറേ വാങ്ങി എക്സ്ട്രാ വയ്ക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ അവിടുന്ന് റിട്ടേൺ ബസ് വരുന്നത് 5:15 5:15 അവിടുന്ന് പോകുന്ന കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കായിരിക്കും ചാലക്കുടി തിരിച്ചെത്താം കേട്ടോ. ഞാനിവിടെ ഒരു കല്യാണത്തിന് പോയപ്പോണ്ടല്ലോ നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാർ കേട്ടോ. അപ്പോൾ ആ അച്ചാർ കപ്പങ്ങ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ കപ്പങ്ങ പറിച്ചു മൂക്കാൻ നിന്നില്ല. ചെറിയ ചെറിയ കപ്പങ്ങ ആയി വരണുണ്ടായുള്ളൂ. അപ്പോൾ ആ കപ്പങ്ങ അങ്ങോട്ട് പറിച്ചെടുത്തു. ഇതാണെങ്കിൽ ചെറിയ നീളൻ കപ്പങ്ങയായിരുന്നു കേട്ടോ. കപ്പങ്ങ ഇതേപോലെ കുനുകുന അങ്ങോട്ട് അരിഞ്ഞു, കടുക് പൊട്ടിച്ചു, വെളുത്തുള്ളി ഇട്ടു. എന്നിട്ട് വെളുത്തുള്ളി വഴന്ന് വരണ വരെ നമ്മൾ ഇളക്കി കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് കാന്താരി മുളക് ഇട്ടു. കുറച്ചിട്ടുള്ളൂ, എനിക്ക് എരിവ് അധികം ഇഷ്ടമല്ല. പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റി കൊടുത്തു. നല്ല വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി അതൊക്കെ കൂടിയുള്ള മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഞാനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. മുളക് എനിക്ക് കുറച്ച് മതി, അതുകൊണ്ട് കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ. കാശ്മീരി ആയതുകൊണ്ട് നല്ല കളറും ഒക്കെ ഉണ്ട്. എനിക്ക് എരിവ് അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഈ ഒരു അച്ചാറിനൊരു പ്രത്യേകതയുണ്ട്, ഇതിൽ മധുരം ചേർക്കുന്നുണ്ട്. അത് മൂത്തതിന് ശേഷം ഈ ഒരു കപ്പങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതെന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ മുളക് ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കണത് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. ഇതാണ് ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത. പഞ്ചസാര അല്ല ഉപയോഗിക്കുന്നത്, ശർക്കര പാനിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ശർക്കരപ്പാനി കുറച്ച് ഒഴിക്കും. പിന്നെ അതിലേക്ക് ഉപ്പ്, സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം. ഈ നല്ല ചാറുള്ള അച്ചാറാണ്. എന്നിട്ട് അതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കണം കേട്ടോ. ആ തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകി അങ്ങോട്ട് വരും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പാകം. നമ്മുടെ ആ ഒരു മധുരവും പുളിപ്പും ഒക്കെ കൂടി ചേർന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്.